വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ പവർ ഓഫ് മേക്കപ്പ് എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനടുത്ത് ഒരു കുഞ്ഞു ബെലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഫേസിൽ ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഹാഫ് ഫേസിലെ റൈറ്റ് പാർട്ടിൽ മാത്രം മേക്കപ്പ് ഇടും, ലെഫ്റ്റില് മേക്കപ്പ് ഇടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഞാനിപ്പോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷൻ ആണ്. ലാക്മേ 95 പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പ്രൈമറും ഫൗണ്ടേഷനും സെപ്പറേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ പവർ ഓഫ് മേക്കപ്പ് കറക്റ്റ് അറിയണമെങ്കിൽ കുറച്ചുകൂടെ കവറേജ് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്യുന്നത് കൺസീലർ ആണ്. മെബിലിൻ ഫിറ്റ്മിയുടെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷെയ്ഡ് 25. ഓക്കെ, 25. ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ഇതിൽ തന്നെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നോസ് ജസ്റ്റ് ഒന്ന് ഇപ്പോഴും തന്നെ കോണ്ടൂർ ചെയ്തിരിക്കാം. നോസ് കോണ്ടൂർ ചെയ്യുന്നതിലൊന്നും ഇത് വലിയ കാര്യമില്ല. കാരണം നമ്മൾ ഹൈലൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നോസിന്റെ 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഒരു പൊട്ടത്തരം നടന്നു. ഞാൻ ഐ മേക്കപ്പ് ചെയ്തു. ഐ മേക്കപ്പ് നല്ല ഈ ഡ്രസ്സിന് മാച്ചിനായിട്ട് ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എപ്പോഴും ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു. അങ്ങനെ ഫുൾ ഐ മേക്കപ്പ് രണ്ട് കണ്ണിലും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഒരു സൈഡ് മാത്രം ചെയ്യേണ്ട മേക്കപ്പ് അല്ലേ എന്ന്. പിന്നെ പോയി മേക്കപ്പ് മുഴുവൻ മാറ്റി ബേസ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഇനി അപ്പൊ ഞാൻ വീണ്ടും എന്റെ ഒരു സൈഡിലുള്ള ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അതുകൊണ്ട് ബ്രഷിൽ ഞാൻ ആദ്യം ചെയ്ത ഐ ഷാഡോയുടെ ആ കളറൊക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. എനിക്ക് വീണ്ടും പോയി ക്ലീൻ ചെയ്തിട്ട് വരാൻ വയ്യ. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ക്രീസിലും ഈ ഷെയ്ഡ് ഒന്ന് ഡീപ്പൻ ചെയ്യാനും പിന്നെ ഈ ഷെയ്ഡ് ഐലിഡ്സിലുമായിട്ടാണ് അപ്ലൈ ചെയ്തത്. 2 കണ്ണിൽ അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി ഒന്നേന്ന് ഈ ഐസിൽ മാത്രം ചെയ്യാം.
ഞാൻ ക്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു റോസ് ഈ കളർ ഷെയ്ഡാണ് എടുക്കുന്നത്, ഞാൻ കാണിച്ചല്ലോ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലിഡ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാണ് കൺസീലർ വെച്ച്, എന്നിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് ആ കളർ കിട്ടത്തില്ല. ഇതൊരു ഷിമ്മറി ഷെയ്ഡാണ്, ഭയങ്കര മാറ്റ് ഷെയ്ഡ് അല്ല, ജസ്റ്റ് ചെറുതായിട്ട് ഷിമ്മേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി ഈ ഡീപ് ബ്ലൂ ഷെയ്ഡില്ലേ, ഈ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് താഴെ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ ലാസ്റ്റ് ലൈനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഐസിൽ ചെയ്ത് അടുത്ത ഐസിൽ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഒരു സൈഡ് മാത്രം ചെയ്യേണ്ട മേക്കപ്പ് അല്ലേ എന്ന്. എന്തൊരു ദുരന്തമാണല്ലേ ഞാൻ. ഇനി ഈ പിങ്ക് ഷെയ്ഡിലെ മുകളിൽ അപ്ലൈ ചെയ്ത് അത് തന്നെ ഞാൻ താഴെ ഇങ്ങോട്ട് ഈ ഇന്നർ പാർട്ടിലില്ലേ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കോർണേഴ്സില് ഒരു ലൈറ്റ് ഒരു ഷിമ്മർ ഷെയ്ഡ് ഏതെങ്കിലും എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ലാക്മേയുടെ ഐക്കോണിക് കാജൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഐലൈനർ ഞാൻ ഇച്ചിരി ചെറുതായിട്ടൊന്ന് വിങ് ചെയ്യുന്നുണ്ട്. അതിൽ മേക്കപ്പിന്റെ ഡിഫറൻസ് അറിയാനല്ലോ, ഇത്തിരി ആർഭാടായിക്കോട്ടെ. ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷിന് ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്ത്, അത് വേണ്ടല്ലേ, ഈ പിങ്ക് ഷെയ്ഡ് എടുത്ത് വെക്കാം. ഇനി ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുകയാണ്. ഈ പാലറ്റിൽ തന്നെ ഹൈലൈറ്ററാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് ഈ സിവാന കളേഴ്സിന്റെ പാലറ്റിൽ തന്നെ ഹൈലൈറ്റർ ആണ്. അപ്പൊ നമ്മള് മേക്കപ്പ് ഫുൾ കഴിഞ്ഞല്ലോ. ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇനി മേക്കപ്പിന്റെ ഡിഫറൻസിന് പകരം ഈ കമ്മലൊക്കെ ഇട്ടിട്ട് ഒത്തിരി ആ ഡിഫറൻസ് അറിയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുഞ്ഞ് സ്റ്റാർട്ട് ഇട്ടിട്ട് വന്നത്. ഇങ്ങനെ കാണിച്ചത് ഈ ഫേസ് നോക്കുക, ചെവി പാട്ട് നോക്കുക, ഇതാണ് മേക്കപ്പ് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടോ മേക്കപ്പ് ഇടാത്തത്, ഡിഫറൻസ് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബ്യൂട്ടിയെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനപ്പുറം ഒരുപാട് ഭയങ്കര മിറക്കളൊന്നും സംഭവിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് മിറക്കിള് പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ അതിനെ ഭംഗിയാക്കി എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പില് നമ്മുടെ ബ്യൂട്ടി ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ പോലെ എടുത്താൽ മതി, ട്യൂട്ടോറിയൽ അങ്ങനെ ഒന്നും എടുക്കാൻ ആയിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.